വന്യമൃഗശല്യം രൂക്ഷമായതോടെ വയനാട് മേപ്പാടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുക. മേപ്പാടി ചൂരൽമല റോഡ് നാട്ടുകാർ ഉപരോധിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഉപരോധത്തിന്റെ വാർത്തകളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത് അയ്യപ്പത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞാൻ നിൽക്കുന്നത് താഞ്ഞിലോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇത് ചൂരൽമല മേപ്പാടി റോഡാണ്. റോഡിന് അകത്താണ്, അവിടെയാണ് പ്രതിഷേധം നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ ആനയുടെ സാന്നിധ്യമുണ്ട്, കാട്ടാന സാന്നിധ്യമുണ്ട്. പലപ്പോഴും രാത്രികളിൽ പോലും ഒറ്റയാനടക്കം ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അത് വലിയ രീതിയിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായെല്ലാം തന്നെ മേപ്പാടിയിലടക്കം വലിയ പ്രതിഷേധം കണ്ടതാണ്. മേപ്പാടിയിൽ അന്തർ സംസ്ഥാന പാത ഉപരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നാട്ടുകാർ പോയതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച്, ഇവരുടെ ജീവനെ സംബന്ധിച്ച് വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ എത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അത്രമാത്രം വലിയ ദുസ്സഹമായ ഒരു അവസ്ഥ ഇവിടെയുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ ഈ ഉപരോധ സമരത്തിന്റെ ഭാഗമാവുകയാണ്. എന്തായാലും കനത്ത രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതാവസ്ഥ വലിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു നിലയാണുള്ളത്. എത്രമാത്രം ശല്യമുണ്ട് ആനകളുടെയും ഉൾപ്പെടെ, എത്രമാത്രം പ്രതിസന്ധികളെ സംബന്ധിച്ചുണ്ട്? ആന എന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികളൊന്നും കണ്ണു തുറക്കുന്നില്ല. അധികാരികളടുത്ത് കുറേ പറഞ്ഞു, പക്ഷേ അവർ ഇവിടെ വന്നു പോയി പടക്കം പൊട്ടിക്കുക എന്നല്ലാതെ വേറൊരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്നില്ല. പടക്കം ഉപരോധത്തിന്റെ കാരണം എന്താ? അതായത് ഞങ്ങൾ ഇന്നലെ വരെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇവിടെ ആനയാണ്. ഇതിൽ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ എന്തായാലും 5 മണി 6 മണിയാവും. ആ സമയത്തൊക്കെയാണ് ആന ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു മാർഗ്ഗമല്ല. ഞങ്ങൾ റോഡ് ഉപരോധിക്കല്ലാതെ വേറെ മാർഗ്ഗമല്ല. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇതിൽ ഇറങ്ങി നടക്കാൻ ഒരു ഇതുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പരിഹാരമാണെന്ന് പറഞ്ഞാൽ ആന ഇവിടുന്ന് തുരത്തി എവിടെയെങ്കിലും കൊണ്ടേ ആക്കണം. ഈ ഭാഗത്തുനിന്ന് ആന തുരത്തി ഇവിടെ തന്നെ വേണം. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഈ സമരം അവസാനിക്കൂല. ഇതാണ് അവസ്ഥ സ്കാൻ. കാരണം ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ശരിക്കും വലിയ ഒരു ഭീഷണിയുണ്ട്. ഇന്നലെ 8 മണിക്കാണ് ആന നാട്ടിലിറങ്ങിയിട്ടുള്ളത്. മിനിഞ്ഞാന്ന് ഇതേ സാഹചര്യം തന്നെയുള്ളത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്നലെ 10-11 മണിക്കാണ് ആൾക്കാർ പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. 5 റോഡിൽ ഞങ്ങൾ കേന്ദ്രീകരിക്കുക. കാരണം ഈ നാട്ടിൽ എവിടെയാണ് ആന ഉള്ളതെന്ന് അറിയണില്ല. ഇന്നലത്തെ കാലാവസ്ഥ അങ്ങനെ കംപ്ലീറ്റ് കോട മൂടിയിട്ട്. ഇത് ഞങ്ങൾ അധികാരികളെടുത്ത് പറയുന്ന സമയത്ത്, ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുന്ന സമയത്ത് അവർക്കൊരു ക്യാഹമട്ട. ഇത് ആദ്യമായിട്ടല്ല നാട്ടിൽ ആന ഇറങ്ങുന്നത്. വർഷങ്ങളായിട്ട് ആന ഇറങ്ങുന്നുണ്ട് ഇവിടെ. എല്ലാ വർഷവും ഇറങ്ങുമ്പോഴും എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയി സംസാരിക്കും. അവരുമായിട്ട് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ പോക്ക് പോവുകയാണെങ്കിൽ മറ്റേ ഇവിടെ നീലഗിരീൻ്റെ അവസ്ഥയായിരിക്കും വയനാടിനുണ്ടാവുക. അപ്പോൾ അതും ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾക്ക് സ്വൈര്യമായിട്ടും സ്വതന്ത്രമായിട്ടും ജീവിക്കേണ്ട നാടാണ് അല്ലേ? നമ്മളെല്ലാവരും എന്താ പറയുക, അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാണ്? സ്വൈര്യമായിട്ടും സ്വതന്ത്രമായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നിലവിൽ ഈ വന്യമൃഗങ്ങൾ തരുന്നില്ല. ആന മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, പുലിയുണ്ട്, കടുവയുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും ആകെ പൊറുതിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. ആന, പുലി, അങ്ങനെ വലിയ ശല്യം ആളുകൾ നേരിടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്കാൻ ഇങ്ങനെ ഒരു സമര മാർഗം അവലംബിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും DFO അടക്കമുള്ളവരുടെയൊക്കെ എത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകണം, കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.